അങ്ങനെ പുതിയൊരു താരിഫായിട്ട് ട്രംപ് വരികയാണ്. പക്ഷേ ഇത്തവണ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിന് ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. ഏകദേശം 200% പുതിയ താരിഫ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് കൂടുതലായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കമ്പനീസിനെ തന്നെയാണ്. സോ അതിന്റെ മേജർ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കറന്റ് അമേരിക്കയിലെ പ്രിസ്ക്രിപ്ഷനിൽ 90% ജനറിക് മെഡിസിൻസ് തന്നെയാണുള്ളത്. സോ അത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ഇന്ത്യൻ കമ്പനീസുമാണ്. ഏകദേശം അമേരിക്കയിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് 100 രൂപ വരുന്ന ഒരു മെഡിസിൻ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ 40 രൂപ മാത്രം മതി. സോ ഈ കറന്റ് പുതിയൊരു ടാരിഫ് വരുന്ന സമയത്ത് ഈ 40 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്ന് അമേരിക്കയിൽ 120 രൂപയ്ക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ കമ്പനീസിന് അമേരിക്കയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായി വരും. അത് തന്നെയാണ് ട്രംപിന്റെ ഉദ്ദേശവും. കറന്റ് നോക്കുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷമാണ് ഈ താരിഫ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് 2027 ബിഗിനിങ് തൊട്ട് 100% താരിഫും 2028 മുതൽ ഏകദേശം 200% താരിഫും. അതായത് 2 വർഷത്തിനുള്ളിൽ അവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്താൽ മതി. പക്ഷേ വെറും 2 കൊല്ലം കൊണ്ട് മാത്രം അവർക്ക് ഒരു പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റില്ല. ഏകദേശം 5 വർഷത്തോളം എടുക്കും FDA ക്ലിയറൻസും മറ്റ് ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ട് അമേരിക്കയിൽ പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ തന്നെ. സോ അതുകൊണ്ട് തന്നെ അക്വയറിംഗ് ആയിരിക്കും ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് കൂടുതലായിട്ടും ബെനിഫിഷ്യൽ ആയിട്ട് വരിക. അത് മുന്നിൽ കണ്ടിട്ട് തന്നെ സൺ ഫാർമ പോലത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നിലവിൽ അമേരിക്കയിൽ പല കമ്പനീസിനെയും അക്വയർ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനമായിട്ടും വന്ന ഇമ്പാക്ട്. ഇത്തരത്തിലുള്ള കണ്ടന്റിനായി നമ്മളെ ചാനൽ ഫോളോ ചെയ്യും.